ഹലോ കൂട്ടുകാരെ, ഞാനിന്നൊരു യാത്രയിലാണ്. ആരുടെ കൂടെ എന്നല്ലേ? അമൃതയോടൊപ്പം. നമ്മൾ നേരെ പോകുന്നത് പത്മനാഭപുരം ക്ഷേത്രത്തിലേക്കാണ്. ഇന്നലെ രാത്രി ഒരു വിളി വന്നായിരുന്നേ, പോരുന്നോ എൻ്റെ കൂടെയെന്ന്. അങ്ങനെ ഞാനങ്ങനെ ഇറങ്ങിയതാണേ. അപ്പോൾ നമ്മുടെ ATM നിന്ന് ക്യാഷ് എടുത്തിട്ട് നേരെ യാത്ര തിരിച്ചു. എവിടെയാ? പത്മനാഭപുരം ക്ഷേത്രത്തിലേക്ക്. അങ്ങനെ ദാ നമ്മുടെ നടയിലെത്തി. അവിടെ നിന്ന് പൂ വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണേ. അവിടെ നിന്ന് ആൻറ്റിമാരൊക്കെ നോക്കിയാണ്, അയ്യോ ഈ കുട്ടി ആ സീരിയലിലുള്ള ഇല്ല കുട്ടിയല്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പൂ വാങ്ങിച്ചു. തലയിൽ വെച്ചപ്പോൾ തന്നെ നേർത്ത ഒരു മഴ പെയ്യുന്നുണ്ടായിരുന്നേ. ആ ചാറ്റൽ മഴയിൽ പത്മനാഭൻ്റെ മണ്ണിലൂടെ നടന്ന് ഓഫീസിലെത്തി. വിദ്യാരംഭത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് അന്വേഷിച്ചു. അപ്പോൾ തന്നെ വലിയൊരു മഴ പെയ്ത് തോർന്ന് നിൽക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. ആ മേഘാവൃതമായ അന്തരീക്ഷവും ആ തെളിഞ്ഞ ആകാശമൊക്കെ കാണാനൊക്കെ നല്ല ഒരു രസമുണ്ടായിരുന്നേ. ആ തണുത്ത മണ്ണിലൂടെ കാൽനടയായി പോയപ്പോൾ ഒരു വല്ലാത്തൊരു അനുഭൂതി. എല്ലാവരും തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരിക്കലെങ്കിലും വന്നു നോക്കണം. നമ്മുടെ പത്മനാഭസ്വാമിയെ കാണാൻ തന്നെ ഒരു ഐശ്വര്യമാണ്. മനസ്സിലെ ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ മാറ്റാനും നമ്മുടെ പത്മനാഭനെ തൊഴുതാൽ മതി. എന്നിട്ട് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന കേരളത്തനിമയാർന്ന ആകർഷണീയമായ കുറേ സാധനങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ, നമ്മുടെ ചെറിയ കൃഷ്ണനും ചെറിയ ചെറിയ വിഗ്രഹങ്ങളും. ഞാൻ ആ കൃഷ്ണനെ ഒരുപാട് നേരം നോക്കി നിന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ സെലക്ട് ചെയ്യുന്ന തിരക്കിലാണ് അമൃത. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ നോക്കി. പല പല ഫോട്ടോസും എടുത്തെങ്കിലും ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. പല ഫോട്ടോസും അവൾ തിരഞ്ഞ് തിരഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു. ഞാനും ഇപ്പുറത്ത് നോക്കുന്ന തിരക്കിലും വീഡിയോ എടുക്കുന്ന തിരക്കിലും ഒക്കെ ആയിരുന്നു. എന്നിട്ട് ആ തണുത്ത മണ്ണിലൂടെ ഞാനും അമൃതയും മുന്നോട്ട് നടന്ന് നീങ്ങി. ആ കുളവും ആ മീനുകളും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അമ്പലക്കുളത്തിൽ ആ മീനുകളെയും കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണേ. ഞാനും അമൃതയും കൂടെ കുറേ നേരം നോക്കി നിന്നു. നിറച്ച ആളുണ്ടായിരുന്നേ. സരസ്വതി പൂജ നടക്കുന്ന സമയമായിരുന്നു. നിറയെ കച്ചേരിയും സംഗീതവും അരങ്ങേറ്റവും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് പൊരി വാങ്ങി ആ മീനിനൊക്കെ ഇട്ട് കൊടുത്തു. മീനുകളൊക്കെ ആക്രാന്തത്തോടെ വാതുറന്ന് കഴിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരുപാട് മീനുകളും ആമകളും കുളക്കോഴിയും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആ കുളത്തിൽ തരംഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നേ. പക്ഷെ ആ അമ്പലക്കുളത്തിൽ ഇറങ്ങാനൊന്നും പറ്റത്തില്ല കേട്ടോ. കുറേ നേരം നമ്മൾ പൊരിയൊക്കെ ഇട്ട് കൊടുത്ത ശേഷം ഞാനും പൊരിയൊക്കെ ഇട്ട് സന്തോഷത്തോടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ കഴിക്കാൻ കയറിയപ്പോൾ അവിടെ ഇരുന്ന ചേച്ചിമാരൊക്കെ അവളോട് കുശലമൊക്കെ ചോദിച്ചു, എവിടെയാണെന്നൊക്കെ ചോദിച്ചു. അവളും അങ്ങോട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. അവരോടൊപ്പം അവരെവിടെയാണ്, ഇവിടെ കോഴിക്കോടുള്ളവരായിരുന്നു. എനിക്ക് തീരെ വിശപ്പില്ല എന്ന കാരണം ഞാൻ 2 മസാല ദോശയെ കഴിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ അവളെന്നെ വഴക്ക് പറയാണ്, നീ ഫോട്ടോ എടുക്കുക വീഡിയോ എടുത്തൊക്കെ ഇരിക്കാണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇറങ്ങിയപ്പോൾ അവരുടെ ആരാധകർ കുറേ പേര് വന്ന് അവൾക്ക് ചുറ്റും കൂടി. അവളുടെ വിശേഷമൊക്കെ കേട്ട് കോഴിക്കോട് നിന്നും ഉള്ളവരാണ് കേട്ടോ. അവരൊക്കെ സെൽഫി എടുക്കുന്ന തിരക്കിലാണ്. സെൽഫി എടുക്കുന്നതിനിടയിൽ തന്നെ ഞങ്ങളെ വണ്ടി വന്നായിരുന്നു പോകാനുള്ള. അങ്ങനെ കുറച്ച് നേരം അമൃത നിന്ന് അവരോട് കാര്യങ്ങളും വിശേഷങ്ങളും അവരുടെ വീട്ടുകാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഇന്നത്തെ ദിവസം എനിക്ക് ഏറ്റവും നല്ല സന്തോഷകരമായ ദിവസമായിരുന്നു. പത്മനാഭസ്വാമിയെ കാണാൻ പറ്റി, അമൃതയോടൊപ്പം ഒന്ന് കുറച്ച് യാത്ര ചെയ്യാൻ പറ്റി, കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറ്റി. അങ്ങനെ സന്തോഷമുള്ളൊരു യാത്ര. അപ്പോൾ ഇനിയും ഞാൻ ചെറിയ ചെറിയ വീഡിയോസായിട്ട് വരും. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, അനുഗ്രഹിക്കണം. എൻ്റെ എല്ലാ ചെറിയ കാര്യങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും കേട്ടോ. എല്ലാവരും സന്തോഷമുള്ള ആരോഗ്യമുള്ള മനസ്സും ശരീരവുമായിട്ടിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എൻ്റെ ആശംസകൾ.